ഞാൻ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ സിൻസിയറായി നടത്തുന്ന ആളാണ്. എനിക്കൊരിതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലും പുറത്തും ഒരു ചിന്താഗതിയായിരിക്കും. അല്ല ഉള്ളിൽ വേറെ വെച്ചിട്ട് പുറത്ത് വേറെ കാണിക്കില്ല. അതൊരിക്കലും എൻ്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഞാൻ കാണിക്കില്ല. അപ്പം ഞാൻ വീണ്ടും ഞാൻ MLA ആയതിനു ശേഷം, ഞാൻ നേരത്തെ പഞ്ചായത്ത് മെമ്പറായതും പൊതുപ്രവർത്തന കാര്യം പറഞ്ഞില്ലേ, എൻ്റെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അവിടെ ഞാൻ രാഷ്ട്രീയം നോക്കില്ല, ജാതി നോക്കില്ല, മതം നോക്കില്ല. ആരായാലും അവന് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ സഹായിക്കും. അങ്ങനെ ഗ്രൗണ്ട് ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ എന്തുണ്ടോ കാര്യങ്ങൾ കൂടിയെത്തും. ഇതിപ്പോൾ 3ാം തവണയാണല്ലോ MLA ആയിട്ടിരിക്കുന്നത്. ആലുവക്കാരെ പറ്റി എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ആലുവക്കാരെന്ന് വെച്ചാൽ വളരെ സ്നേഹമുള്ള ആളുകളാണ്. ഞാൻ അവരുടെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഏത് ഘട്ടത്തിലും അവരെ ഞാൻ ചേർത്ത് പിടിക്കും. അപ്പം എന്നെയും തിരിച്ച് എനിക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ആലുവക്കാരെന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ 3 വട്ടവും ഇവിടുന്ന് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അവരുടെ പ്രതിസന്ധിയും അവരുടെ പല വിഷയങ്ങളും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കൽ എനിക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നുമില്ല. അപ്പോൾ തിരിച്ചും ആദ്യം ജയിച്ചു, 2ാമത് ജയിച്ചു, 3ാമത് ജയിച്ചു. ആ സമയത്ത് അവരെന്നെ ചേർത്ത് പിടിച്ചു. അവിടെ അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും നോക്കിയിട്ടില്ല. ഇപ്പം ഇത് അങ്ങനെ നിൽക്കുന്നു. 4ാം തവണയും ആലുവയിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നു. 4ാം അംഗത്തിൽ അതേ സ്ഥലം, അതേ ആളുകൾ, അതേ രാഷ്ട്രീയ മുഖം. ഈ വട്ടവും വിജയപ്രതീക്ഷകൾ എത്രമാത്രമുണ്ട്? വിജയപ്രതീക്ഷ 100% വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആലുവക്കാരെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിലായാലും അവരുടെ സന്തോഷത്തിലായാലും അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും അവരെ ഞാൻ ചേർത്ത് പിടിക്കും. അങ്ങനെ 3 ഘട്ടത്തിലും അവരെ എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 4ാം തവണ മത്സരിക്കുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കപ്പുറം ആലുവയിലെ വോട്ടർമാർ എന്നെ ചേർത്ത് പിടിക്കും, എന്നെ വിജയിപ്പിക്കും, നല്ല ഉറപ്പെനിക്കുണ്ട്. കാരണം ഞാൻ അവരോട് ഞാൻ അങ്ങനെയാണ് നിന്നിട്ടുള്ളൂ. എൻ്റെ സഹോദരന്മാർ ചെറുപ്പക്കാരായാലും ആരോടും എൻ്റെ സമീപനം അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഉറപ്പുണ്ട്, എനിക്ക് ജയിക്കും, നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരികളല്ല, ജെൻസി കുട്ടികളാണ്. പൂക്കി ആയിട്ടുള്ള കുട്ടികൾ സ്കിബിഡിയെന്നും ബെസ്റ്റിയെന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കുന്ന പുതിയ ഭാഷാശൈലിയുള്ള, പുതിയ വസ്ത്രരീതിയുള്ള, പുതിയ ചിന്താരീതിയുള്ള യുവാക്കളാണ് ജെൻസി കുട്ടികൾ. അവരെ എങ്ങനെയാണ് കയ്യിലെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവരുടെ ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവരുടേതായ ലോകം, ചിലപ്പോൾ ഒരു പക്ഷേ അവരുടേതായ ചിന്താഗതികൾ, അവരുടേതായ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വേറെ ശരിയാണ്, പറഞ്ഞത് 100% ശരിയാണ്. പല ചിന്താഗതിയും പല രീതിയിലുള്ള പ്രവർത്തനവും പല രീതിയിലുള്ള രീതിയിൽ മുന്നോട്ട് പോക്കൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജനപ്രതി അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചും അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഇപ്പം കുറേ നാളായുള്ള ഈ ഒരു ചിന്താഗതിയും ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ശൈലിയൊക്കെ പുതിയ തലമുറയിലുള്ളത്, അവർ ആ കാലഘട്ടം മാറിയ അനുസരിച്ച് അവരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആ പിന്തുണ അവർക്കുണ്ട്. അവർക്ക് എന്നോട് വന്ന് പറയാം, അവരുടെ വിഷയങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് ആര് എൻ്റെ അടുത്ത് വന്നാലും, അത് പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും അതിൻ്റെ മെറിറ്റ് നോക്കി ഞാൻ ചെയ്തു കൊടുക്കും, യാതൊരു സംശയമില്ല. അവരുടെ വേവ് ലെങ്ത്തിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കാനുള്ള മനസ്സ് എനിക്കുണ്ട്. അത് ആർജിച്ചിട്ടുണ്ട്. അത് വേണമല്ലോ. ഒരു ജനപ്രതി അങ്ങനെയാണ്. ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിച്ചോ, ഒരു പൊതുപ്രവർത്തനം വിചാരിച്ചോ, അപ്ഡേറ്റ് ആവാതെ രക്ഷയില്ല. അത് ആരായാലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, അത് ജനപ്രതി അല്ലെങ്കിൽ മറ്റു ആരായാലും, ബിസിനസ്സുകാരായാലും ആരായാലും, അവരുടെ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങളൊക്കെ അത് പഠിച്ചു പിടിക്കുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചോ, ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കൊക്കെ വർഷങ്ങളായിട്ട് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ താങ്കൾ തന്നെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അത് പറയാനുള്ള, അത് ഗസിയ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഡെയിലി എല്ലാ
എല്ലാ രീതിയിലുള്ള ആൾക്കാരായിട്ടും, സാധാരണക്കാരും അല്ലെങ്കിൽ ഇടത്തരക്കാരായിട്ടും പണക്കാരായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും പ്രായം ചെന്ന ആളുകളായിട്ടും ചെറുപ്പക്കാരായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇടപഴകലിന്റെ അനുഭവ സമ്പത്തുണ്ട്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികളുടെയൊക്കെ വേവ് ലെങ്ത്തും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ മനസ്സിലാവും. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ എനിക്ക് നമ്മുടെ വീട്ടിലും മക്കൾ വളർന്നു വരുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കറിയാലോ അവരുടെ സംസാരവും അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പഠിക്കുന്നുണ്ടോ? മക്കളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ മക്കളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അവർ ചില കാര്യങ്ങൾ പറയുമ്പോഴും അവർ വീട്ടിൽ അവതരിപ്പിക്കുമ്പോഴും അവരുടെ പഠനമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അവർ ചില കാര്യങ്ങൾ പറഞ്ഞു തരും എനിക്ക്. ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളൊക്കെ കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കേശു, അവർ നമ്മോട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൂടിയും ഒരു MLA ആയിട്ട് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആത്മാർത്ഥമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഏജൻസി കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ പൊതുവിൽ അവർ വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നൈറ്റ് ലൈഫ് ഏജൻസി കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. രാത്രി വൈബ് ചെയ്യാൻ, രാത്രി ഭക്ഷണം കഴിക്കാൻ, രാത്രി യാത്ര ചെയ്യാൻ. ആലുവ ആ വിധത്തിലേക്ക് ഒന്ന് പുനരാലോചിക്കാൻ ആലോചനയുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നമ്മുടെ ആലുവയിൽ നല്ല ടൂറിസം പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഈ നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. കാരണം കുട്ടികൾ വൈകി കിടക്കുന്നു, വൈകി എണീക്കുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ നല്ല ചിന്താഗതി ആയിരിക്കണം, നല്ലതിനായിരിക്കണം. നമ്മളിപ്പോൾ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി നമ്മൾ ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ നല്ല ചിന്താഗതിയായിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഈ കഴിഞ്ഞ 15 വർഷങ്ങളിൽ ആലുവയുടെ മുഖചിത്രം തന്നെ മാറ്റിമറിച്ചു എന്ന് തോന്നുന്ന സാറ് ക്യാപ്റ്റൻസി വഹിച്ചിട്ടുള്ള ഒരു വികസനം എന്ന് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ ആലുവയിൽ വിദ്യാഭ്യാസ രംഗത്ത് അലൈവ് എന്ന വിദ്യാഭ്യാസ പദ്ധതി ഞാൻ കൊണ്ടുവന്നു. എന്നുവെച്ചാൽ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ്. കാരണം കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് വിഷയം എടുക്കണമെന്ന് അവർക്ക് കൺഫ്യൂഷനാണ്. ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് കിട്ടുന്ന എത്രയുണ്ട്, ഏതൊക്കെ കോഴ്സിന് എന്തൊക്കെ തയ്യാറെടുക്കണം. അപ്പം അത് ഇങ്ങനെ പല കുട്ടികളുടെ അഭിപ്രായങ്ങളും എൻ്റെ അടുത്ത് അഡ്മിഷനൊക്കെ മേടിക്കാൻ കുട്ടികളൊക്കെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി പറഞ്ഞു. ഞാൻ അലൈവ് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത്. ഇത് കരിയർ ഗൈഡൻസ്, കരിയർ വണ്ടി എന്നാണ് പേരിട്ടത്. എല്ലാ സ്കൂളുകളിലും ചെന്നിട്ട് കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ്. അത് ആദ്യം 8ാം ക്ലാസ് വരെയും +2 വരെ ആയിരുന്നു. പിന്നെ അതിന് കുറച്ചൊരു 6ാം ക്ലാസ് മുതലാക്കി, UP മുതലാക്കി നമ്മൾ ആ പദ്ധതി മുന്നോട്ട് പോയി.